സോ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ACCA എടുക്കാനുണ്ടായ റീസൺ, അവിടം തൊട്ട് ഞാനൊരു ജോബിലേക്ക് എത്തിയ വരെ എൻ്റെ ആ ജേണി, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളും ACCA പഠിക്കുന്ന സമയത്ത് ഉണ്ടായ ബുദ്ധിമുട്ടുകളും അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് അടിച്ച് പോവാം. കാരണം ഇത് പ്യുവർലി എൻ്റെ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും. അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇനി നമ്മൾക്ക് എൻ്റെ ACCA ജേർണിയിലേക്ക് പോവാം. ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളല്ല, ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. +1 +2 ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് ഞാൻ കൊമേഴ്സിലേക്ക് വന്നത്. ഞാൻ +2 പാസ് ഔട്ട് ആയത് 2020-ലാണ്. ആ സമയത്ത് ACCAക്ക് അത്ര വലിയൊരു അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നു. ഈ സെമിനാർസും അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് ക്ലാസ്സിലൊക്കെ മാത്രമേ ഇത് ഡിസ്കസ് ചെയ്ത് പോയിട്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഞാനും കേട്ടത്. എൻ്റെ ഒരു കസിൻ 10th കഴിഞ്ഞിട്ട് കൊമേഴ്സ് എടുക്കാവുന്നൊരു ബേസിൽ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. സോ അവളുടെ കൂടെയാണ് ഞാൻ പോയത്. അപ്പോഴാണ് ഈ ACCA കുറിച്ച് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. സോ ഞാൻ അവളുടെ കൂടെ, ഞാൻ +2-ലായിരുന്ന സമയത്ത് ഞാൻ പോയതാണ്. ACCA കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൊള്ളാലോ, നല്ലൊരു കോഴ്സാണല്ലോ എന്ന് തോന്നി. അപ്പോഴെനിക്ക് ബാക്കിയുള്ള കോഴ്സിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മൈൻഡിലേക്ക് ഈ കോമേഴ്സ് ഫീൽഡിലേക്ക് വരുന്ന അപ്പോഴും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ NDAക്ക് ഫോക്കസ് ചെയ്യുക, അവിടെ ജോയിൻ ചെയ്യുക എന്നുള്ളൊരു മൈൻഡായിരുന്നു അപ്പോൾ ഉള്ളത്. സോ അവിടുത്തെ ആ ക്ലാസ് കണ്ട് അറ്റൻഡ് ചെയ്ത് വന്നു. ഞാനും വിട്ടു, അവൾ വിട്ടു. ലാസ്റ്റ് അവൾ ആ +1-ൽ കോമേഴ്സ് രീതിക്ക് എടുത്തിട്ട് വന്നു. ഞാൻ സയൻസിലാണല്ലോ, അപ്പോൾ എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള ബേസിൽ ഞാനും അത് കാര്യം വിട്ടു. +2-ൻ്റെ ഒരു തുടക്ക സമയത്തായിരുന്നു നമ്മൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഒരു കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ NDAൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് +2 കഴിഞ്ഞതും അങ്ങോട്ട് കിട്ടണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ NDAൻ്റെ സ്പെഷ്യൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു, വീക്കെൻഡ് ക്ലാസ്സസ്. അപ്പോൾ അത് ചേരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അക്കാഡമിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ പോലും അവിടെ ഫിസിക്കലും കഴിഞ്ഞാൽ മാത്രമേ അവർ എടുക്കുള്ളൂ. അവിടെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ നിന്നായിരുന്നു എൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം അന്ന് തൊട്ട് കയറിയതാണ് ഈ സാധനം. എനിക്ക് ഈ ഷോർട്ട് ഫാറ്റ് ആയിരുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ പിന്നെ എൻ്റെ ആ സ്വപ്നം അവിടെ തീരുമാനമായി. എനിക്ക് എന്തായാലും NDAക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു ഡ്രീം അവിടെ വെച്ച് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോഴും പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. എനിക്ക് കൂടുതലായിട്ട് ഇനി പഠിക്കുകയും വേണ്ട, എന്നാൽ വേഗം ജോലിയും കിട്ടണം, നല്ലൊരു പൊസിഷനിൽ നല്ല സാലറിക്കായിരിക്കും ജോലി കിട്ടണം എന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ACCA കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഈ കാര്യങ്ങളൊക്കെയാണ് അന്നും സെമിനാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 21-ാമത്തെ വയസ്സിൽ നിങ്ങൾ പഠിച്ച ഉടനെ തന്നെ ജോലി സെറ്റാകും എന്നൊക്കെയായിരുന്നു അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് വിശ്വസിച്ചു. ഞാൻ വേറെ കൂടുതൽ കോഴ്സസ് ഉണ്ട് എന്താണെന്നും അന്വേഷിച്ചൊന്നുമില്ല. +2 കഴിഞ്ഞിട്ട് ACCA എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതിനിടെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ 8th 9th 10th ടെക്നിക്കൽ ഹൈസ്കൂളാണ് പഠിച്ചത്. ഞാൻ ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് എഞ്ചിനീയറിങ്ങിനോട് വലിയ താല്പര്യമില്ല എന്ന് അന്നേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ ഫീൽഡ് ആ രീതിക്ക് പോകാനാണെങ്കിലും നമ്മൾക്ക് ഈ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ബയോളജി ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ വഴിയും ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ആയിരുന്നു. അതുപോലെ എനിക്ക് വേഗം ഒന്ന് സെറ്റിൽ ആവണമായിരുന്നു. അപ്പോൾ ACCA ആയിരുന്നു എനിക്ക് അന്ന് കണ്ടൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. 2020-ലാണ് ഞാൻ ACCAയിലേക്ക് ജോയിൻ ചെയ്യണത്. അത് ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ അന്വേഷിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഫുൾ പേയ്മെൻറ്റ് അടച്ചിട്ട് ജോയിൻ ചെയ്ത്. അന്നൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കേട്ടു ഇത് കഴിഞ്ഞ ലൈഫ് സെറ്റാകുമെന്നൊക്കെ ഉള്ള ബേസിലാണല്ലോ നമ്മൾ കൊണ്ടുപോയി ചേർന്നത്. സോ അങ്ങനെ ഞാൻ ഫുൾ പേയ്മെൻറ്റ് അടച്ചിട്ട് ജോയിൻ ചെയ്തു. കൊറോണ സമയത്തായിരുന്നു ഇതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് +2 പഠിച്ചവർക്കറിയാം, നമ്മൾ 2 എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു കൊറോണ കാരണം. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു തുടക്കമായതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പെട്ടെന്നൊരു ഷിഫ്റ്റാണല്ലോ ഉണ്ടായത്. അപ്പോൾ ക്ലാസ്സൊക്കെ ഭയങ്കര മെല്ലെയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഒരു ഐഡിയയിലാണ് നമ്മൾ പുതുതായിട്ട് കാര്യം തുടങ്ങണതുകൊണ്ട് തന്നെ അതൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ സമയം എടുക്കുമല്ലോ. സോ ക്ലാസ്സസ് ഭയങ്കര ഡിലേഡ് ആയിരുന്നു. പിന്നെ ലോക്ക്ഡൗൺ മാറിയ സമയത്ത് ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് പോയി. എറണാകുളത്തായിരുന്നു. എൻ്റെ ACCAൻ്റെ ഫസ്റ്റ് എക്സാം എഴുതിയത് 2021 ഫെബ്രുവരി സമയത്താണ്. +2-ൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു വിചാരിച്ചിട്ട് ഇവിടെ നല്ല മാർക്കൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാം ഏകദേശം ജസ്റ്റ് പാസ്സായി പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓഡിറ്റിൽ മാത്രമേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റും അതിലായിരുന്നു എനിക്ക് നല്ല മാർക്ക് കിട്ടുന്നത്. അത് AA ആണെങ്കിലും AAA ആണെങ്കിലും അതിലായിരുന്നു എനിക്ക് കൂടുതലും നല്ല മാർക്ക് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ജസ്റ്റ് 50 to 60 റേഞ്ചിൽ കിടന്ന് കളിക്കുമായിരുന്നു. സോ നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇത് എടുത്ത് വന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെയൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നിട്ട് ഇവിടെ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് സങ്കടപ്പെടൊന്നും വേണ്ട. എല്ലാവർക്കും ഏകദേശം അങ്ങനത്തെ സെയിം സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ പഠിച്ചു വന്ന രീതിയല്ല നമ്മൾ ACCAയിലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ചും അഡ്വാൻസ്ഡ് ആണ്. അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ തന്നെ കുറച്ച് പ്രയാസമാണ്. കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ പോലും ഈ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുന്ന സമയത്ത് അതൊന്നും ചിലപ്പോൾ ഓർമ്മ വരില്ല. എക്സാം പ്രഷറും ഉണ്ടാവും. പിന്നെ ചോദിക്കുന്ന രീതി എന്ന് പറയുന്നത് ചിലപ്പോൾ ടഫായിട്ട് അല്ലെങ്കിൽ മനസ്സിലാകാത്ത രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സാവണതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ACCA കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഫിലിയേറ്റ് ആണ്. എത്ര മാർക്കിനാണ് ഓരോ പേപ്പറും പാസ്സായി നിന്നും ആരും ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. പാസ്സാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആദ്യ കാലത്തൊക്കെ ഈ ഫൗണ്ടേഷൻ ലെവൽ പേപ്പർ ആണെങ്കിലും അല്ലെങ്കിൽ
സ്കിൽ ലെവലിലേക്ക് കടന്നപ്പോൾ പോലും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ എന്താ പഠിക്കണത് എന്താ ചെയ്യണമെന്നൊന്നും. ജസ്റ്റ് ആ ഒഴുക്കിനനുസരിച്ച് പോകുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്രയൊക്കെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞാലും ചിലപ്പോൾ അതൊന്നും തലയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റത്തെ 4 പേപ്പർ എന്നൊക്കെ പറയണത് ഇത്തിരി ടാസ്ക് തന്നെയായിരുന്നു മനസ്സിലാക്കാനായിട്ട്. എസ്പെഷ്യലി F2 എന്ന് പറഞ്ഞ പേപ്പർ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എനിക്ക് എടുത്ത ഫാക്കൽറ്റി ആണെങ്കിലും എനിക്ക് പ്രോപ്പർ ആയിരുന്നില്ല അവരുടെ ക്ലാസ് എന്ന് പറയണത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എക്സാം സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒരു കൺഫ്യൂഷൻ എത്തിയ സമയമൊക്കെ ഉണ്ടായിരുന്നു. അത്രയ്ക്കും പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും എല്ലാ പേപ്പറും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഓരോ പേപ്പർ ഫെയിൽ ആവാനനുസരിച്ചിട്ടും അത്രയും പൈസ നമ്മൾ വീണ്ടും കെട്ടണം. ACC നിങ്ങൾക്കറിയാം പൊതുവേ ഭയങ്കര എക്സ്പെൻസീവ് കോഴ്സാണ്. സോ എനിക്ക് എൻ്റെ പാരൻസിൻ്റെ പൈസ അങ്ങനെ കളയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എല്ലാം പാസ്സാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു ജോബിന് കയറുക. സോ F2 പേപ്പറായിരുന്നു എൻ്റെ ഏറ്റവും പ്രഷറായിട്ടുള്ളൊരു പേപ്പർ എന്ന് പറയുന്നത്. അത്രത്തോളം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ വന്ന് സമാധാനിപ്പിച്ചിട്ട് കുഴപ്പമില്ല, നീ ഇപ്പോൾ ഫെയിൽ ആയാലും കുഴപ്പമില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നുള്ള ബേസിലൊക്കെ പറഞ്ഞ് കുറേ സമാധാനിപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ ഓക്കെ ആയത്. ഈ ഒരു സ്ട്രെസ് ബാക്കിയുള്ള പേപ്പറിലൊന്നും അനുഭവിച്ചിട്ടില്ല. അതായത് സ്ട്രെസ്സേ ഇല്ല എന്നായിരുന്നില്ല, പക്ഷെ ഇത്രത്തോളം ഒരു സ്ട്രെസ്സ് എനിക്ക് ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ള പേപ്പേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. മിക്കവാറും പറഞ്ഞു കേൾക്കാറുണ്ട് ഈ CAൻ്റെ അത്ര ടഫൊന്നും ഇല്ലല്ലോ ഈ ACC എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു പേപ്പർ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒരു പേപ്പർ മാത്രം എഴുതിയെടുത്താൽ പോരെന്നൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് വരുന്നത് പൈസ തന്നെയാണ്. കാരണം അവർക്കൊരു സെറ്റ് ഫെയിൽ ആയി കഴിഞ്ഞാലും അത്രയും ഒരു എമൗണ്ട് അവർക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മൾ ഓരോ പേപ്പർ ഫെയിൽ ആകുമ്പോഴും നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് അത്രത്തോളം കൂടിക്കൊണ്ട് വരുന്നുണ്ട്. ഒബ്വിയസ്ലി നമ്മൾക്കും അതിൻ്റെതായ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ അതൊന്ന് മനസ്സിലാക്കുക. കുറേ പേരുണ്ടാവും ഇപ്പോൾ 2-3 പേപ്പറൊക്കെ അറ്റ് എ ടൈം എഴുതി പാസ്സാവുന്നവരൊക്കെ. ഇപ്പം നിങ്ങൾ 2-3 പേപ്പർ എടുത്തു, ഒരു പേപ്പർ ഫെയിലായാൽ പോലും എക്സാം ഫീസ് നിങ്ങൾ വേസ്റ്റ് ആണ്. ആ പൈസ എന്തായാലും പോയി. സോ എനിക്ക് ആ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പേപ്പർ വെച്ച് എടുത്തിട്ട് പോയത്. ഒരു പേപ്പർ ആണെങ്കിൽ അത് മര്യാദയ്ക്കിരുന്ന് പഠിച്ച് പാസ്സാവുക, അത് മാത്രമായിരുന്നു എൻ്റെ മൈൻഡിൽ. അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് എല്ലാം ഓരോ പേപ്പർ വെച്ച് എഴുതിയിട്ട് പാസ്സായി പോയത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണ് 2 അല്ലെങ്കിൽ 3 പേപ്പറൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവുന്ന കോൺഫിഡൻ്റ് ആണ്. അതിന് വർക്ക് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ പേപ്പറൊക്കെ എടുത്ത് പോകാമെന്നാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കിപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആണ് 2-3 പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പാസ്സാവും നിങ്ങളുടെ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിക്കും പോവാം. എൻ്റെ ജേർണി ഞാൻ പറഞ്ഞാണ്, എൻ്റെ മൈൻഡിൽ എങ്ങനെയാണ് വന്നത്. സോ ഞാൻ ഓരോ പേപ്പർ വെച്ച് പാസ്സായി പോയതും. പിന്നെ ഫൈനൽ പേപ്പറൊക്കെ എത്താറാവുന്ന സമയത്താണ് നമ്മൾ ജോബിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത്. ലാസ്റ്റ് 2 പേപ്പർ ഉള്ളപ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് ജോബ് നോക്കാമെന്നൊരു മൈൻഡിലെത്തിയത്. അതിന് മുമ്പും കുറേ ജോബൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് അറിയുമ്പോഴേ അപ്ലൈ ചെയ്താണ്. അതൊക്കെ റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മെയിലും വന്നിട്ടുണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് നോക്കാൻ തുടങ്ങിയതും ഫസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തതും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെയാണ്. അതെൻ്റെ ഫസ്റ്റ് ജോബ് അപ്ലൈ ചെയ്തായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, എൻ്റെ ഫസ്റ്റ് ജോബായിരുന്നു. അവിടെയാണ് ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ജോബിന് കയറിയതും ACCൻ്റെ ബൂമും ഏകദേശം ഒരേ സമയത്തായിരുന്നു. അതിനു മുമ്പ് വരെ ഈ പാർട്ട് ക്വാളിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബേസിലായിരുന്നു ഞാൻ കയറിയത്. കാരണം ആ ജോബ് ഓപ്പണിംഗ് വന്നതും പാർട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ കയറിയതിന് ശേഷം പിന്നെ ഞങ്ങളുടെ കമ്പനിയിൽ പാർട്ട് ക്വാളിഫൈഡ് ആയവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ജോബ് ഓപ്പണിങ്ങേ വന്നിട്ടില്ല. നിങ്ങൾ ആദ്യ ഘട്ടത്തിൽ തന്നെ നല്ലൊരു സാലറി എക്സ്പെക്ട് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ എക്സ്പെക്ടേഷൻ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. വൺസ് നിങ്ങളൊരു മെമ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാലറി പാക്കേജിൽ നിങ്ങൾക്ക് ജോബ് കിട്ടും. മുമ്പുള്ള ജോബിൻ്റെ സാലറി എന്ന് പറയുന്നത് ഇപ്പോൾ P ലെവലത്തെ ഒരു എക്സാം ഫീസിന് പോലും തികയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. സോ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ട് ഇനീഷ്യൽ ഇയേഴ്സിലൊക്കെ മാക്സിമം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് നോക്കുക. വേറൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ BCom എന്തായാലും എടുത്തു വയ്ക്കുക. ഫസ്റ്റത്തെ കാര്യം, ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ +2 മാത്രമേ അടിച്ചു വരുന്നു. പിന്നെ ഇപ്പോൾ മോസ്റ്റ്ലി കമ്പനികൾ പ്രിഫർ ചെയ്യുന്നത് ACCയും വേണം BCom വേണം എന്നുള്ള ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അത്രത്തോളം കോമ്പറ്റീഷൻ കൂടിക്കൊണ്ട് വരുന്നുണ്ട്. സോ ACC ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരു ജോബ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. സോ അതൊന്ന് ഫോക്കസ് ചെയ്യുക. പിന്നെ മെയിൻലി എന്തൊക്കെ നിങ്ങൾ അഡീഷണൽ കോഴ്സസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് അപ്സ്കില്ലും ചെയ്ത് കൊണ്ടുവരിക. കാരണം എല്ലാവരും ACC എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓരോ കോഴ്സും എടുത്തിട്ട് അവരെ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ നമ്മൾ മോശപ്പെട്ടു പോകാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് പിടിച്ചു നിൽക്കണമെങ്കിൽ പോലും ഇതിപ്പോൾ മസ്റ്റായി കൊണ്ടുവരുന്നതാണ്. ഞാൻ ഒരിക്കലും ഇത് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ACCയിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കരുത്. സോ സ്വന്തമായിട്ട് നിങ്ങൾ അപ്സ്കില്ലും ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ ACC എടുക്കരുത് എന്നല്ല ഞാൻ പറയണത്. ഒരു നല്ലൊരു കോഴ്സ് തന്നെയാണ് ACCA, ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ACA പഠിച്ചിറങ്ങുന്നവർക്ക് അത്ര ഫേവറബിൾ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാത്തിനും ഒരു കയറ്റ് വർക്കും ഉണ്ടാവുമല്ലോ, അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റത്തെ ജോബിന് കയറി.
എനിക്ക് ഓഡിറ്റ് ആയിരുന്നു താല്പര്യം, പക്ഷേ എനിക്ക് കിട്ടിയത് ടാക്സ് ആയിരുന്നു. ടാക്സിലാണ് ഞാനിപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യണത്. ACCയിൽ തന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു ടാക്സ്. ഞാൻ കറൻ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ടാക്സിലാണ്. എൻ്റെ ഫസ്റ്റ് ജോബ് ആയതുകൊണ്ടും ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ആയതുകൊണ്ടും ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചാടിക്കറി എടുത്താണ് ഈ ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ ജോബിന് കയറിയ ശേഷം എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു കാര്യം തന്നെയാണ്. വേറൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും അതിനെക്കുറിച്ചിട്ട്. അത് വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ACCൻ്റെ ബാക്കി 2 പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു പേപ്പർ ഞാൻ കറക്റ്റായി പാസ്സായി. അത് AAA ആയിരുന്നു. ലാസ്റ്റത്തെ പേപ്പറായിരുന്നു എൻ്റെ SBL. സോ അപ്പോൾ ജോബിന് കയറിയതുകൊണ്ട് തന്നെ വലിയ പഠിക്കാൻ താല്പര്യമൊന്നുമില്ല. ഞാൻ പഠിക്കാനായിട്ട് അത്രയ്ക്ക് എഫേർട്ട് ഇട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ലാസ്റ്റ് പേപ്പർ ഞാൻ കറക്റ്റ് 49ൽ ഫെയിലായി. അപ്പോൾ മനസ്സിലായി കുറച്ചൊക്കെ പഠിക്കണമെന്ന്. പിന്നെ ഞാൻ അടുത്ത അറ്റംപ്റ്റിലായിരുന്നു ഈ പേപ്പർ പാസ്സായത്. അങ്ങനെ ACC അഫിലിയേറ്റു ആയി. അപ്പോൾ ഇതാണ് എൻ്റെ ACCൻ്റെ ജേർണി എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനിതിൻ്റെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. മൈൻഡിൽ വന്ന കാര്യങ്ങൾ ഞാൻ ഇടയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ, എൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാണോ എന്ന് എനിക്കറിയില്ല. സോ ഇതാണ് എൻ്റെ ACCൻ്റെ ജേർണി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടാണെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുവരെ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരു ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞാൻ എന്തായാലും യൂസ്ഫുൾ കോണ്ടന്റ് ആയിരിക്കും എന്തായാലും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Bye bye.